ബാത്റൂമിൽ പോയിട്ട് വരുന്നില്ല, തിരിച്ചു വരുന്നില്ല, എല്ലാവരും വാതിലിൽ മുട്ടിയിട്ടൊന്നും ഇതാണില്ല. അവസാനം തള്ളി തുറന്ന് നോക്കുമ്പോൾ ഈ കുട്ടി ഈ ബാത്റൂമിൽ പ്രസവിച്ചിരിക്കുകയാണ്. ഭാഗ്യത്തിന് ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, അതിനെ കൊന്നിട്ടില്ല. ഇതെന്താ സംഭവം? ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അതിരുകളും അരുതുകളും ഇയാൾ തുറന്നു കൊടുത്തു. ഇവിടെ ഓരോ ന്യായം പറഞ്ഞാണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി, ഈ സമൂഹത്തിൽ കണ്ടുപൊത്താൻ പറ്റിയ ആളുകൾ മാത്രമല്ല ഉള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളില്ലേ, അവരെ നമുക്കറിയാം, ഒരു മേജർമാരല്ല. ഇനി അങ്ങനെ 12 വയസ്സായ ഒരു കുട്ടിയാണ് ഇവരെ കുറിച്ച് ഇതിനേക്കാൾ മോശമായ കമന്റ് പറഞ്ഞു നിൽക്കുക, എന്താ ചെയ്യുക? ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കേരളീയ പൊതുസമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയായിട്ടുള്ള ബോബി ചെമ്മണൂർ, ബോച്ചെ എന്നാണ് സാധാരണ രീതിയിൽ അയാൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്നത്. ഈ ബോബി ചെമ്മണൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിലെ ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സിനിമാ നടി, അവരുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഈ അടുത്ത് കത്തി വന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോബി ചെമ്മണൂറിൻ്റെ ചില ഉദ്ഘാടനങ്ങൾക്ക് ഈ സ്ത്രീ വരികയും ഇവരെ ഡബിൾ മീനിങ്ങിൽ ദ്വയാർത്ഥ പ്രയോഗം അവർക്കെതിരെ ഈ ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന വ്യക്തി നടത്തുകയും ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഈ സ്ത്രീ 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് 2 രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഒരു രീതിയിലുള്ള ഒന്നാമത്തെ ഒരു പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോബി ചെമ്മണൂർ എന്നുള്ള അദ്ദേഹം ചെയ്ത് വളരെ ശരിയല്ല. കാരണം ആർക്കും എന്ത് വസ്ത്രവും ധരിക്കാം, എങ്ങനെയും സമൂഹത്തിലേക്ക് ഇറങ്ങാം എന്നുള്ള തരത്തിൽ ഈ പറയുന്ന സിനിമാ നടിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗമാണ് ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള കമൻറ്റുകൾ ഒരുപക്ഷെ ഈ തരത്തിലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്ന് പറയുന്ന ഒരു മറുപക്ഷവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും അധികം ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റായിട്ട് നിൽക്കുന്നത് എവിടെയാണ് ഈ പറയുന്ന 2 വിഭാഗവും പറയുന്നത് ഇതിൽ അശ്ലീലത ഉണ്ട് ഇല്ല എന്നൊക്കെയാണ്. അശ്ലീലത എങ്ങനെയാണ് നമുക്ക് നിർവചിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു ചർച്ചയുടെ ഒരു സെൻറ്റർ പോയിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ച ഏതായാലും ഒരു 5-6 ദിവസമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ അശ്ലീലതയുടെ ഒരു വരമ്പ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. പക്ഷേ ആ ചോദ്യത്തേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഈ കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ നമ്മുടെ ഒരു ഗതികേടാണെന്നുള്ളതാണ്. ഇതുപോലെ സമാനമായ ഇഷ്യൂസുകൾ ഒരു മരുന്ന് പിടിക്കണമാതിരി രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത, ഈ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രായപൂർത്തിയെത്താത്ത ഒരു പെൺകുട്ടിയെ 60 ചില്ലാൻ ആളുകൾ ഒക്കെയാണ് പരാതി വന്നത്. ഇപ്പോൾ 40ൻ്റെ മുകളിൽ ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണെങ്കിലും കുറ്റവാളികളെന്നൊക്കെ കുറച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇതുപോലെ തന്നെ വേറെ മാനസിക രോഗികളായിട്ടുള്ള പെൺകുട്ടികളെ അവരുടെ അവശത ചൂഷണം ചെയ്തുകൊണ്ട് സംഘം ചേർന്നുകൊണ്ട് ചെയ്യുക, ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം സെലിബ്രിറ്റികൾ ഈ വിഷയം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കും അതുപോലെ തന്നെ വാട്സപ്പും പത്രവും ചാനലും ഒക്കെ തുറന്നു നോക്കിയാലും ഈ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ ഒരു എന്താ പറയുക, അതൊരു ഗതികേടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ച് പോകണമല്ലോ, സമൂഹത്തിൽ നിന്ന് പരിഹരിക്കണമല്ലോ. ഇവിടെ നടക്കുന്ന വിഷയങ്ങളൊക്കെ എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാമെന്നല്ലാതെ അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിക്കുക എന്നല്ലാതെ ഇതിൻ്റെ ഒരു റൂട്ട് കോസിലേക്ക് പോയിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇനി സമൂഹത്തിൽ ഇല്ലാതിരിക്കാൻ എന്തുണ്ട് മാർഗം എന്നുള്ള പരിഹാരത്തെപ്പറ്റി പലപ്പോഴും ശബ്ദങ്ങൾ ഉയരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യണത് തന്നെ. പിന്നെ ഇതിലുള്ളൊരു തമാശ എന്താ വെച്ചാൽ, നേരത്തെ ഹിലാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിലെന്ത് സംസാരിച്ചാലും കുറ്റമാണ്. അതതിൻ്റെ പ്രശ്നം. എനിക്കിങ്ങനെ പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നത്, ഒരു വീട്ടിൽ കുറച്ച് മാംസം വാങ്ങി വേവിച്ച് അതെടുത്ത് വെച്ച സമയത്ത് അവരെ ഉമ്മ അടുക്കളയിൽ നിന്ന് പുറത്തു പോയി. അപ്പോൾ ആ സമയത്തൊരു പട്ടി വന്നിട്ട് എന്ത് ചെയ്തു, ഈ കലത്തിൽ തലട്ടു. അത് മകൻ കണ്ടു, ഉമ്മയും കണ്ടു. അപ്പോൾ നായനാട്ടി, അത് പോയി. അപ്പോൾ രണ്ടാളും കണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞ് വാപ്പ വന്നപ്പോൾ ഭക്ഷണത്തിന് എന്ത് ചെയ്തു, ഇത് വിളമ്പി കൊടുത്തു ഉമ്മ. ഈ വിവരം പറഞ്ഞില്ല. അപ്പോൾ ഇത് കണ്ടു നിൽക്കണ മകനാകെ അസ്വസ്ഥനായി. അതായത് ഇത് പട്ടി തലട്ടതാണ്, പട്ടി കഴിച്ചതിൻ്റെ ബാക്കിയാണ് എന്ന് പറഞ്ഞാൽ ഉമ്മ തല്ലും. പറഞ്ഞില്ലെങ്കിൽ വാപ്പ എന്ത് ചെയ്യും, പട്ടി കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാരൊക്കെ പാടെ ഇറങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ നടിനെ ന്യായീകരിക്കുകയാണ്,
അവരുടെ ഡ്രസ്സിനെ ന്യായീകരിക്കുകയാണ്, അവരുടെ രീതികളെ ന്യായീകരിക്കുകയാണെന്ന് പറയും. അവരുടെ ഡ്രസ്സും അവരുടെ രീതിയും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഇദ്ദേഹത്തെ ന്യായീകരിക്കണം, ഇദ്ദേഹം ചെയ്തതിനെ ന്യായീകരിക്കണമെന്നും പറയും. ഈ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ഒരു സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഭാരം ആദ്യം തന്നെ ഇറക്കി വെക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിൽ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരാമർശ വിധേയരായ രണ്ട് വ്യക്തികളല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ചർച്ചയായ വിഷയത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്, അല്ലാതെ വ്യക്തികളെ അല്ല. അവർ ചെയ്തതെന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. മറിച്ച് ഇവിടെ ചർച്ചയായൊരു മാറ്റർ ഉണ്ട്. ആ മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും പറയുന്നത് ഇത് അശ്ലീലതയാണ്, വഷളത്തരമാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ഈ വഷളത്തരം എന്താണെന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും ഇപ്പോൾ ഒബ്സിനിറ്റി എന്നാണല്ലോ എന്ന് സാധാരണ പറയാം. അത് കോടതികൾക്ക് വരെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അശ്ലീലത, എന്താണ് അശ്ലീലം, എന്താണ് വഷളത്തരം, ഇത് ഇപ്പോൾ കോടതികൾക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്താണെന്ന് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ അവിടെ പറയാറുള്ള സാധാരണ എന്താ വെച്ചാൽ, വഷളത്തരം എന്ന് പറഞ്ഞാൽ സമൂഹം തെറ്റായി കാണുന്നത് എന്നുള്ളതാണ്. സമൂഹം തെറ്റായി കാണുന്നത് എന്ന് പറയുമ്പോൾ ആരാണ് ഈ സമൂഹം, അതൊരു ചോദ്യം വളരെ പ്രധാനമാണ്. പിന്നെ മാത്രമല്ല, ഇത് കാണുന്നവർക്കേ പലപ്പോഴും കുറ്റമായി തോന്നുള്ളൂ. ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും പലതും എന്തല്ല, അവരുടെ കണ്ണിൽ കുറ്റമല്ല. അപ്പോൾ ഏത് വിഷയവും നമുക്ക് അങ്ങനെ എടുത്ത് പരിശോധിക്കാം. അപ്പോൾ മദ്യപാനം പൊതുസമൂഹം തെറ്റാണെന്ന് പറയും. പക്ഷെ മദ്യം കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനത് ന്യായീകരിക്കും. പലിശ തെറ്റാന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ പലിശ ഉപയോഗിക്കും, അതുകൊണ്ട് നടക്കും ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, ബ്ലേഡാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അതിനെ ന്യായീകരിക്കും. അത് ഏത് കാര്യം അങ്ങനെയാണ്. ചെയ്യുന്ന ആളുകൾ ന്യായീകരിക്കും ചെയ്യും, അതിൻ്റെ ഇരകൾ എന്ത് ചെയ്യും, തെറ്റാണെന്നും പറയും. ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ സമൂഹം പറയുന്നു എന്നത് എന്തല്ല, ഒരു മാനദണ്ഡമായിട്ട് നമുക്കൊരിക്കലും എടുക്കാൻ കഴിയില്ല. അപ്പോൾ മദ്യപാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പണ്ട് അതൊരു ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മൾ സമൂഹം അതൊരു മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പറഞ്ഞ് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ വരെ പറയണത് എന്താ വെച്ചാൽ, കുടിക്കുക കുഴപ്പമില്ല. ഇപ്പോൾ ഈ അടുത്ത് ബിനോയ് വിശ്വമാണ് പറഞ്ഞു തോന്നുന്നുണ്ട്, പിന്നെ അതായത് പാർട്ടി പ്രവർത്തകന്മാർ വീട്ടിൽ കുടിച്ചോട്ടെ, പാർട്ടി സ്റ്റേജിലും വേദിയിലും സമ്മേളനത്തിലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ അന്ന് MVD പറഞ്ഞാൽ എന്താ അറിയോ, പിന്നെ ന്യൂ ഇയറിന് വന്ന് കുടിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ചു പോകുമ്പോൾ കുടിക്കാത്തൊരു ഡ്രൈവറെ കൊണ്ടുവരണം എന്നുള്ളതാണ്, വണ്ടി ഓടിക്കാൻ, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സംഗതികളൊക്കെ ആയി വരും. അതായത് മദ്യവർജനാണ് നമ്മളെ നയം, മദ്യനിരോധനമല്ല. UDFൻ്റെ നയം നിരോധനമാണ്, ഇവരുടെ നയം വർജനാണ്. അപ്പോൾ അതിനൊക്കെ ന്യായീകരണം ഉണ്ടാവും. നമ്മൾ പറഞ്ഞ പോയിൻ്റ് അതാണ്. ഏത് സാധനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, പലർക്കും പലതും ന്യായീകരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സമൂഹം തെറ്റായി കാണുന്നത് എന്ന ഒരു വിവക്ഷയിൽ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് അശ്ലീലത, എന്താണ് അസഭ്യം എന്നൊന്നും വേർതിരിക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. പിന്നെ വേറെ പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാം അവരുടെ ഇഷ്ടമല്ലേ എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടമല്ലേ, അപ്പോൾ അതിൽ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ വിഷയത്തിലാണ് ഈ ന്യായം പറയുന്നവർ യഥാർത്ഥത്തിൽ അത് വളരെ നോർമലായി പറഞ്ഞു പോവുകയാണ്. പല ആൾക്കാരും ഇപ്പോൾ അത് വളരെ മാന്യന്മാരായി വന്നിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ പിന്നെ നമ്മൾ ആരും ഇടപെടാൻ പോകണ്ട, അത് ഒരാളുടെ ഇഷ്ടമാണ്, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾക്ക് വസ്ത്രം ശരിയാണ്, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കും. പക്ഷേ നമ്മളെ സമൂഹത്തിന് പറ്റാത്ത ഒരു രീതിയിൽ വസ്ത്രം ധരിക്കുന്നു എന്നത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെ പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കുക ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ, പച്ചക്ക് പറഞ്ഞാൽ ഒരാൾക്ക് ഇനി ഒന്നും എടുക്കാതെ നടക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ അതും ആവാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പൊതിഞ്ഞു പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുണി ഉടുക്കാതെ നടക്കുന്നതാണ് പുരോഗമനം എന്നിടത്തേക്കാണ് ഇവർ പറഞ്ഞ സംഗതി എത്തുള്ളൂ. നമ്മൾ ഒരു വാതിൽ പിന്നെ മനുഷ്യന് വരാൻ വേണ്ടി തുറന്നു വെച്ചാലും അതിലെ മൂർഖം പാമ്പ് വരും എന്ന് പറഞ്ഞ പോലെ ഇത് ഇവരിങ്ങനെ പറഞ്ഞു വെച്ചാലും അതിലൂടെ എന്ത് ചെയ്യും. ഇപ്പം ഇന്നാൾ ഏതോ ഒരു അറിയപ്പെടുന്ന ഒരു മാഗസിൻ്റെ കവർ ചിത്രം ഫുള്ള് നെയ്ക്കഡായിട്ട് ഒരാളുടെ ഫോട്ടോ ആണ് കൊടുത്തിരുന്നത്, അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിച്ചിരുന്നു. അതെന്താ കുഴപ്പം, നിങ്ങൾക്ക് ആവശ്യം നോക്കുന്ന ആളെ പ്രശ്നമാണ്, നിങ്ങൾ നോക്കാതിരുന്നാൽ മതി. എത്ര ഈസി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ അപകടകരമായ ഒരു വാദത്തിലേക്കാണ് ഈ രീതിയിലുള്ള നിർവചനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ കോടതികൾക്കടക്കം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്.
ഇപ്പോൾ കോടതി കുറച്ച് നേരത്തെ ഒരു നിഘണ്ടു ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ നിഘണ്ടുവിൽ പറയുന്ന സംഗതി എന്താ വെച്ചാൽ ഇനി വ്യഭിചാരിണി എന്ന് പറയാൻ പാടില്ല, അതിന് മറിച്ച് ലൈംഗിക തൊഴിലാളി എന്നേ പറയാൻ പാടുള്ളൂ. അതുപോലെ അവിഹിത ബന്ധം എന്ന് പറയാൻ പാടില്ല, വിവാഹേതര ബന്ധം എന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോർമലൈസ് ചെയ്യാണ്, എല്ലാ സംഗതികളും എന്ത് ചെയ്യാണ്, നോർമലൈസ് ചെയ്യാണ് പല രീതിയിലും പറഞ്ഞ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ ന്യായവും അന്യായവും ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും ഇത് വേർതിരിക്കാൻ മനുഷ്യന്മാരുണ്ടാക്കുന്ന അളവുകോല് കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മം. ആ വിഷയത്തിൻ്റെ മർമ്മം അവിടെയാണ്. അതെങ്ങനെ വളരെ നിസ്സാരമായി പറഞ്ഞപ്പോൾ ഈ മൊബൈൽ ഫോണ് ഉണ്ടാക്കിയ ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനി ഇത് വാങ്ങുന്ന സമയത്തിന് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു കാറ്റലോഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേട് വന്നാൽ നന്നാക്കേണ്ടത് എങ്ങനെയാണ് ആ കാറ്റലോഗ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. എന്നാൽ വേറൊരു കമ്പനിയുടെ ഫോണാണെങ്കിൽ അവരുടെ കാറ്റലോഗാണ് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. നമ്മൾ മിനിമം ഇവരാണ്. ഇതേപോലെ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്രഷ്ടാവുണ്ട് മനുഷ്യന്, ഈ ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവ് തന്നെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ പ്രവാചകന്മാർ മുഖേന അയച്ചിട്ടുണ്ട്. ആ മാനദണ്ഡമാണ്, അതിനെയാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയാം. ആ വേദഗ്രന്ഥത്തിൽ ഉള്ള കാര്യം അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ അതിൽ നിന്നാണ് സത്യം ഏതാണ്, അസത്യം ഏതാണ്, ധർമ്മം ഏതാണ്, അധർമ്മം ഏതാണ്, അശ്ലീലം ഏതാണ്, അല്ലാത്തത് ഏതാണെന്നൊക്കെ മനുഷ്യന് വേർതിരിക്കാൻ കഴിയും. അത് നമ്മൾ വെറുതെ ഒരു ഉട്ടോപ്പിയ പറയല്ല. ഏറ്റവും അവസാനത്തെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഇന്ന് വരെ നന്മയാണെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടില്ല. ഒരാളും തിന്മയാണെന്ന് അത് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. തിന്മയാണെന്ന് വിധി എഴുതിയൊരു കാര്യം ഇത്ര ലോകം പുരോഗമിച്ചിട്ടും അത് നന്മയാണെന്ന് വസ്തുതാപരമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിലേക്ക് മടങ്ങല്ലാതെ വേറെ നിർവാഹമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ അത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് ഇറങ്ങിയതല്ലേ. അതൊക്കെ ആ കാട്ടറബികളുടെ ഒരു രീതിയാണ്. ഈ ആധുനിക പുരോഗമന സമൂഹത്തിനൊന്നും യോജിക്കൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അത് തെറ്റാണത്. കാരണം ഖുർആൻ പറഞ്ഞിടത്തുനിന്ന് ആളുകൾ പോയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാന ഖുർആൻ പറഞ്ഞിടത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട നയം. അതുപോലെ ജെൻഡറുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ വിഷയങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ലോകരാജ്യങ്ങൾ പിന്നോക്കം പോകുന്നുണ്ട്. ജനസംഖ്യ കുറച്ച രാജ്യങ്ങൾ കൂട്ടാൻ വേണ്ടി അലമുറയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞാണ് നേരത്തെ. പിന്നെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ജനസംഖ്യ നിയന്ത്രിക്കാൻ പാടില്ല, അത് പ്രശ്നമാണ്. അന്ന് എല്ലാവരും അത് പ്രാകൃതമായി പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും അതിലേക്ക് മടങ്ങി വരിക. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ സ്ത്രീ പുരുഷ ബന്ധവും വസ്ത്രവും സംബന്ധിച്ച് മടങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവ് ഈ വിഷയം നേരത്തെ ഇന്നതാണ് ശരിയെന്ന് പറയും. മനുഷ്യന്മാർ ഈ പുരോഗമനത്തിൻ്റെ ലഹരി തലക്ക് പിടിച്ചിട്ട് അതിനെതിര് പറയും ആദ്യം, എന്നിട്ട് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചിട്ട് അവസാനം അംഗീകരിക്കും. ഈ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തിൽ ഏതെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. പിന്നെ ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം, ഇപ്പോൾ ഇത് തമ്മിലുള്ള വിഷയം അതാണല്ലോ, അതിൽ അവർ തമ്മിലുള്ള ബന്ധം. അതിനെ സംബന്ധിച്ച് ഒരു പുരുഷനും ഒരു സ്ത്രീയും എവിടെയും തനിച്ചാകാൻ പാടില്ല, ഒറ്റക്കാകാൻ പാടില്ല എന്നത് പിന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. എന്നാൽ അത് പലരും അംഗീകരിച്ചില്ല. പക്ഷേ ഈ പിന്നെ നടിമാർക്ക് നേരെയുള്ള ചൂഷണങ്ങൾ വന്നല്ലോ, ഒരുപാട് വിഷയങ്ങൾ വന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു സിനിമാ നടി വന്നിട്ട് പത്രക്കാരോട് സംസാരിക്കുന്നുണ്ട്. ഒരു സീനിയർ സിനിമാ നടിയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇനി പ്രൊഡ്യൂസർമാരിൽ നിന്നും നടന്മാരിൽ നിന്നും നമുക്ക് ചൂഷണവും പീഡനവും ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ കണ്ടൊരു മാർഗം, ഞാൻ ഉപയോഗിക്കാറുള്ളൊരു വഴി, അവരുടെ റൂമിലേക്ക് ഒറ്റയ്ക്കൊരു സ്ത്രീ ചെല്ലാൻ പാടില്ല. നമ്മുടെ കൂടെ ആര് വേണം? ഒന്നുകിൽ ബന്ധുക്കൾ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാൾ വേണം, മെഹറം. ഇതിപ്പോൾ സാലിസുഹുമ ഷെയ്ത്വാൻ എന്നാണ് ഹദീസിലുള്ള വാക്ക്. ഒരു അന്യപുരുഷനും അന്യ സ്ത്രീ ഒറ്റക്കായി കഴിഞ്ഞാൽ അവിടെ മൂന്നാമനായി പിശാച്ചുണ്ടാവുന്നതാണ്. ഈ പിശാച്ചുണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ വൃത്തികേടുകൾ ചെയ്യുന്ന സാഹചര്യം അവിടെ എന്ത് ചെയ്യും, ഉണ്ടാവും. തർക്കമൊന്നുമില്ല കാര്യത്തിൽ. അപ്പോൾ അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമും പറഞ്ഞ അന്ന് അത് പ്രാകൃതമായിരുന്നു. ഇവരനുഭവിച്ച് വേണ്ടുവോളം പ്രയാസം അനുഭവിച്ചപ്പോൾ അവർ മതത്തിലുണ്ടോയെന്നും അവർക്കറിയില്ല. പക്ഷെ അവസാനം എന്ത് ചെയ്തു, അതാണ് പരിഹാരം എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർ പറയുമ്പോൾ പത്രക്കാർക്കൊക്കെ സമ്മതമാണത്. എന്നത് ഇസ്ലാം പറഞ്ഞാൽ എന്തായി, പ്രാകൃതമായി. ഈ വിഷയം ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഖുർആന് വ്യഭിചരിക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്ത് പോകരുത്, ഇന്നഹു കാന ഫാഹിഷത്തൻ വസാ സബീല, അതിൻ്റെ വഴി എന്ന് പറയണത് എന്നെ മോശമാണെന്ന്. അതായത് ഒരു പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല,
അനുവദിക്കാൻ പാടില്ല എന്നാണ് എന്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതിനൊരുപാട് നിബന്ധനകളും നിയമങ്ങളും വെച്ചു. സ്ത്രീ പാലിക്കേണ്ട, പുരുഷൻ പാലിക്കേണ്ട നിയമങ്ങൾ വെച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക, പ്രാകൃതമാണെന്ന് പറയും. ആ നിയമങ്ങളെ പറ്റിയൊക്കെ പ്രാകൃതമാണെന്ന് പറയും. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഈ പീഡനങ്ങൾ വർദ്ധിച്ചു നോക്കുമ്പോൾ നമ്മളെ നിയമപുസ്തകത്തിൽ തന്നെ എത്ര നിയമങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നത്. അപ്പോൾ അതിന് നിയമം വെക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് ഇസ്ലാം നിയമം വെച്ച് എന്തായി, പ്രശ്നമായി. എന്നാൽ ഇവരൊക്കെ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് കുഴപ്പമില്ല. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് പറയുന്ന വിഷയമാണ് എന്ത്, നിങ്ങൾ ഈ നിയമം എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമാണല്ലോ പിന്നെ സ്ത്രീകളോട് അടങ്ങി നിൽക്കണം എന്നാണ് പറയുന്നത്. ഒരു പേപ്പട്ടി നാട്ടിലിറങ്ങിയാൽ പേപ്പട്ടിനല്ലേ കെട്ടിടേണ്ടത്, അല്ലാതെ മനുഷ്യന്മാരെ കെട്ടിടാൻ പറ്റൂ? അതേപോലെ ഈ പുരുഷന്മാരെ സ്ത്രീകളെ പീഡിപ്പിക്കും, പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവരെ പിടിച്ച് അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലാതെ അത് സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടാണ്, സ്ത്രീകളുടെ പെരുമാറ്റം കൊണ്ടാണ്, അവർ പുറത്തിറങ്ങിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഉപദേശം കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് പലപ്പോഴും ഇന്ത്യയിൽ ചോദിക്കാറുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പുരുഷന്മാരോടും സ്ത്രീകളോടും എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായ ഉപദേശങ്ങൾ ഈ വിഷയത്തിൽ കൊടുത്തു. അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമൊന്നല്ല, രണ്ടു കൂട്ടരും കൂടെ. പുരുഷന്മാരോട് പറഞ്ഞു എന്ത്, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരി, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണം. അതേപോലെ തന്നെ പിന്നെ പ്രവാചകൻ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ആയിട്ട് അവർ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ലാ തുത്ബിഅ അൻ-നളറ ഫഇന്ന ലക്കൽ ഊല വലൈസ ലക്കൽ ആഖിറ. നീ ഒരിക്കലും തന്നെ ആവർത്തിച്ച് നോക്കാൻ പാടില്ല. ഒരു നോട്ടം നിനക്കാവാം, രണ്ടാമത്തെ നോട്ടം എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഈ തുറപ്പിച്ച് നോക്കുക എന്ന് പറഞ്ഞല്ലേ, ചെയ്യാൻ പാടില്ല. ഒരു പുരുഷൻ സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ തറപ്പിച്ച് രണ്ടാമതും മൂന്നാമതും നോക്കാൻ പാടില്ല. ഇത് വളരെ കൃത്യമായ പ്രവാചക വചനമാണ്. സാധാരണ മനുഷ്യന്മാർ കാണുമോ ഓക്കെ, പക്ഷെ രണ്ടാമത് പിന്നെ വീണ്ടും ഉണ്ടൊരു നോട്ടം പാടില്ല എന്നാണ്. ഇത് ഇസ്ലാമും പ്രവാചകനും പറയുമ്പോൾ അത് പ്രാകൃതമായിട്ട് എന്താ ഇപ്പോൾ നോക്കി ആകാശം അടിഞ്ഞു വീഴും എന്താ ചോദിക്കുക. എന്നാൽ പിന്നെ ഇപ്പം എന്താ ഈ നിയമങ്ങളിലൊക്കെ പറയുമ്പോൾ BNS-ലൊക്കെ എന്താ പറയുന്നത്, ആ നോട്ടാണെന്ത്, ആ ദ്വയാർത്ഥമുണ്ടോ നോട്ടത്തിന്, വാക്കിന് ദ്വയാർത്ഥമുണ്ടോ, പ്രശ്നമാണ്. അതാ ജയിലിൽ പോകാൻ കാരണമായത്. അപ്പോൾ ഈ നിയമമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി വരുമ്പോൾ അതൊക്കെ പുരോഗമനം. അത് ദൈവം പറഞ്ഞാൽ എന്തായി, പ്രാകൃതമായി. ഈ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതേപോലെ സ്ത്രീകളോടും പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം. പിന്നെ ഖുർആനിൽ കാണാൻ പറ്റും. പിന്നെ കണ്ണ്, കാത്, നാവ്, കയ്യ്, കാല്, മനുഷ്യൻ്റെ ഗുഹ്യാവയവങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള. ഇതുകൊണ്ടൊക്കെ എന്തുണ്ട്, മനുഷ്യന്മാർ ഈ ആഭാസത്തിലേക്ക് പോകും. ഇത് കൃത്യമായി പറഞ്ഞു. ഫൽ ഐനാനി സിനാഹുമ അന്നളർ, കണ്ണിന് വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. അതായത് ഒരു പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും ഈ പറഞ്ഞ പോലെ ഈ ഒരു കണ്ണോട് കൂടി നോക്കുന്നു എന്നുള്ളത് എന്താണ്, കണ്ണിൻ്റെ വ്യഭിചാരമാണെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വല്ല ഉദിനാനി സിനാഹുമാൽ ഇസ്തിമാ, ഈ പിന്നെ കാതിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് കേൾവിയാണ്. അതേപോലെ തന്നെ ലിസാനു സിനാഹു അൽ കലാം, അതായത് നാവിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് എന്താണ്, അതുകൊണ്ട് അത്തരം ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നതാണ് എന്ത്, നാവിൻ്റെ വ്യഭിചാരമാണെന്നാണ്. അതേപോലെ തന്നെ വൽ യദു സിനാഹ അൽ ബത്ഷ്, കയ്യിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് പിടുത്തമാണ്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ ചർച്ച നടക്കുന്നത് എന്താണ്, അവിടെ തൊട്ടു, അവിടെ പിടിച്ചു, വലിച്ചു, ഇതൊക്കെയാണ്. അത് നോക്കി, സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ നേരത്തെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അങ്ങോട്ടും ചെയ്യാൻ പാടില്ല, പെണ്ണിങ്ങോട്ടും ചെയ്യാൻ പാടില്ല, രണ്ടുട്ടിക്കും പാടില്ല. അതുപോലെ തന്നെ കാലിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് അതിലേക്കുള്ള നടന്നു പോകലാണെന്നുള്ളതാണ്. അത്തരമൊരു ആവശ്യത്തിന് വേണ്ടി നടന്നു പോയാൽ അത് കാലിൻ്റെ വ്യഭിചാരമാണെന്നാണ്. അതുപോലെ ഹൃദയത്തിൻ്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് ആ ഹൃദയം അതിനു വേണ്ടി കൊതിക്കുന്നത് അതിൻ്റെ വ്യഭിചാരമാണ്. അതേപോലെ തന്നെ ഗുഹ്യസ്ഥാനം അത് സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യുന്നുവെന്ന് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും തമ്മിൽ ചില നിയമങ്ങളും നിബന്ധനകളും നിർബന്ധമായിട്ടും പാലിക്കണം. അത് പ്രപഞ്ച സ്രഷ്ടാവ് പറഞ്ഞതാണ്, പാലിക്കല്ലാതെ വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഈ അശ്ലീലത എന്താണെന്ന് തീരുമാനിക്കാൻ ഇവിടെ ആരെക്കൊണ്ടും കഴിയില്ല. ഓരോരുത്തരും ചെയ്യണത് എന്തായിരിക്കും, അവർക്ക് ഇതായിരിക്കും. അപ്പോൾ മാത്രമല്ല, ഡ്രസ്സിനെ കുറിച്ച് ഇപ്പോൾ ഇസ്ലാം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് തിരിച്ചറിയാനാണ്. ആരാണെന്നുള്ള ഒരു വേഷത്തു നിന്ന് മനസ്സിലാവും അവരാരാണെന്നുള്ളത്. അതേപോലെ തന്നെ അവരെ മാന്യതയും ഒക്കെ മനസ്സിലാവും. അതേപോലെ തന്നെ ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണ്. വേഷം എന്ന് പറയുന്നത് അവനവൻ ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണ്. അതുപോലെ നമ്മുടെ ന്യൂനതകൾ മറക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഇസ്ലാമികമായ പാഠങ്ങളാണ്. ഇതൊക്കെ ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായി സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുപോലെ ആണും പെണ്ണും ഈ നിയമങ്ങൾ ലംഘിച്ചതിൻ്റെ തിക്തഫലം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്, ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഇപ്പോൾ ആലുവയിലെ സംഭവം നമുക്കറിയാം. അതേപോലെ തന്നെ ഈ പ്രണയക്കൊലകൾ, എത്ര പ്രണയക്കൊലകൾ നടന്നു, അതിൻ്റെ പേരിൽ ആത്മഹത്യകൾ നടന്നു. അതുപോലെ എന്നാൾ പിന്നെ കൊച്ചിയിൽ
ഇങ്ങനെയുള്ള ഒരു നിബന്ധനയില്ലാതെ ആർക്കും ലിവിങ് ടുഗദറായിട്ട് നടക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം വകവെച്ച് കൊടുത്തതോടുകൂടി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ, പ്രായപൂർത്തി എത്താത്ത ആളുകൾ ഗർഭിണികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാൾ കൊച്ചിയിൽ ഒരു പെൺകുട്ടി അവരുടെ ഇതിൻ്റെ റൂമിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ പുറത്തേക്ക് എറിഞ്ഞു. ആ പ്ലാസ്റ്റിക് കവർ റോട്ടിൽ വന്ന് വീണു. അതിലൊരു മനുഷ്യ കുഞ്ഞായിരുന്നു. ഒരു പ്രസവിച്ച കുഞ്ഞിനെയാണ് എന്ത് ചെയ്യണത്, പുറത്തേക്ക് വലിച്ചെറിഞ്ഞ്. ഇത് നടന്നതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ കൊച്ചിയിൽ നടന്ന സംഭവമാണ്. ഒരു ഹോസ്റ്റലിൽ, പെൺകുട്ടികളെ ഹോസ്റ്റലിൽ ഒരു കുട്ടി ഹോസ്റ്റലിൻ്റെ റൂമിലേക്ക് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ പോയിട്ട് വരുന്നില്ല, തിരിച്ചു വരുന്നില്ല. എല്ലാവരും വാതിലിൽ മുട്ടിയിട്ടൊന്നും ഇതാണില്ല. അവസാനം തള്ളി തുറന്ന് നോക്കുമ്പോൾ ഈ കുട്ടി ഈ ബാത്റൂമിൽ പ്രസവിച്ചിരിക്കുകയാണ്. ഭാഗ്യത്തിന് ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, അതിനെ കൊന്നിട്ടില്ല. ഇതെന്താ സംഭവം? ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അതിരുകളും അരുതുകളും ഇയാൾ തുറന്നു കൊടുത്തു ഇവിടെ, ഓരോ ന്യായം പറഞ്ഞാണ്ട്. എന്നിട്ട് അതിന് നിയന്ത്രണം വെക്കുന്ന മതപരമായ ശാസനകളെ അങ്ങേയറ്റം കണക്കിന് പരിഹസിക്കുകയും ചെയ്തു. ഇതിൻ്റെ തിക്തഫലമാണെന്ത് ഇന്ന് ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനത്തെ പ്രശ്നത്തിലേക്ക് വരാനും കാരണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇത് ഈ ലിബറൽ ലോകങ്ങൾ തമ്മിലുള്ള ഒരു അടിയുടെ തുടക്കമാണെന്ന് ഞാൻ പറയുന്നത്. രണ്ടു കൂട്ടരും ഈ വിഷയത്തിൽ ഒരേ അവസ്ഥയാണ്. നമുക്ക് രണ്ട് കൂട്ടർ തെറ്റുകാരാണെന്ന് ഇതിൽ പറയാൻ പാടുള്ളൂ. ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള വിഷയങ്ങൾ എന്താണ്, ഇതിൽ തെറ്റുകാരാണ്. ഒരാളെയും പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിലിപ്പോൾ മതവും ജാതിയൊന്നും ഇതിൽ വ്യത്യാസമല്ല. അപ്പോൾ ലിബറലുകളായ ആളുകൾ തന്നെ എന്ത് ചെയ്യാണ്, തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന വിഷയം ഇതിലേക്കൊക്കെ എത്തിച്ചത് ഈ സിനിമ തന്നെയാണ്, യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അത് നമ്മൾ തിരിച്ച് ഈ സമയത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ഈ ബ്യൂട്ടി കൗണ്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഓരോരുത്തരുടെയും ഇത് നോക്കിയിട്ട് അത് എത്രയാണ് എങ്ങനെയാണെന്നൊക്കെയുള്ള രീതി ഇപ്പോൾ യൂറോപ്പിലൊക്കെ കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല ഈ സൗന്ദര്യ സങ്കല്പം സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു തൂവെള്ളയാണ് സൗന്ദര്യം എന്ന കാഴ്ചപ്പാടുണ്ടായി കൊടുത്ത ആരാ, ഈ സിനിമയാണ്. കാരണം ഈ സിനിമയിൽ ഈ പുട്ടിട്ടുങ്ങാണ്ട് ഈ രീതിയിലാണല്ലോ അതൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ നേരത്തെ ഒരു സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ എന്ന സത്യഭാമ അല്ലേ ഒരു വിഷയം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആയി. പക്ഷേ ഇതേ സംസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിനിമയിലൂടെ ഇങ്ങനത്തെ ഒരു ബോധം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എന്തുമാകാമെന്നും സിനിമയിൽ ചെയ്യുന്ന അതേ പണി തന്നെ റിയൽ ലൈഫിൽ വരുമ്പോൾ കേസ് പോവുകയാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ ലൈസൻസ് ഇട്ട് കൊടുക്കുക. അതല്ല ഈ സമയത്ത് ഈ സിനിമയിൽ ഇതേ സിനിമ നടിക്കെതിരെ പ്രമുഖനായിട്ടുള്ളൊരു നടൻ ഈ പറഞ്ഞ പോലെ ഡബിൾ മീനിങ് കോമഡി അടിക്കുന്ന രംഗങ്ങളുണ്ട്. ഈ സമയത്ത് പൊന്തി വന്നിരുന്നു. അപ്പം അതിന് കേസുകളില്ല, ഇത് സംഭവിച്ചാണ്. അതെ, അപ്പോൾ അതൊക്കെ ഒരു കാപട്യമാണ്. ഈ വിഷയങ്ങളിലുള്ള ഒരു കാപട്യം തന്നെയാണ്. പിന്നെ സോഷ്യൽ മീഡിയ ഇതിൽ ഇപ്പോൾ വേറെ ഒന്നുണ്ട്. ഇപ്പോൾ ഈ റീൽസ് അതുപോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ വ്യാപനം കൊണ്ട് ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് ഈ ലൈംഗികമായിട്ടുള്ള ചോയുള്ള സംസാരങ്ങൾ, ഈ ദ്വയാർത്ഥങ്ങൾ, അതുപോലെ ചേഷ്ടകളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് 20, 25, 30 പ്രായമുള്ള ആളുകളിൽ കണ്ടിരുന്ന സംഗതി 12 വയസ്സിൻ്റെ താഴെയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ഇവിടുന്നൊക്കെ പിടുത്തം വിടാൻ പോവുകയാണ്. അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. സ്ത്രീ പുരുഷ നിയമങ്ങൾ, അതിൻ്റെ നിയമങ്ങൾ കർശനമായിട്ട് എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ പാലിക്കന്നെ വേണം. നമുക്കറിയാം ഈ വിഷയത്തിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാപട്യത്തിലുണ്ട്, ഒരു ഹിപ്പോക്രസി. എന്താ വെച്ചാൽ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ വല്ലാതെ പുകഴ്ത്തി സംസാരിക്കുന്ന ചില മിനിസ്റ്റർമാരൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ ഉദ്ഘാടനം ചെയ്യാൻ സ്കൂളിലേക്കൊക്കെ പോകും. അവർ പോണത് സാരി എടുത്തിട്ടാണ്, എന്നാൽ അവർ പാൻറ്റിട്ട് പോകണ്ടേ. അതായത് വേറെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊക്കെ നമുക്കൊന്നും പറ്റില്ല, ഈ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ നടിയെ ന്യായീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ടി വിയിൽ ഇതിലൊക്കെ വന്ന്. അവരെ പോലെയല്ല വേഷം ധരിക്കണത്. അവരൊക്കെ വളരെ മാന്യമായ വേഷം ധരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണം, അതിന് വേണ്ടി അത് മറ്റുള്ള ഒരാളെ അവകാശത്തിന് വേണ്ടിയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് വേണ്ട, വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ എന്ന ഒരു കൺസെപ്റ്റാണ് ഇതിലൊക്കെ എന്ത് ചെയ്യണം മൊത്തം കാണുന്നത്. അതേപോലെ തന്നെ സ്വന്തം കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി വിവാഹം കഴിച്ച് പോവുക, വേറെയുള്ളവർക്ക് ലിവിങ് ടുഗദർ ആകാം. എന്നിട്ട് അതിനുള്ള ന്യായം വളരെ സേഫ് സോണിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം. ഇതാണിപ്പോൾ വേറെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ഹിപ്പോക്രസി ഒരിക്കലും എന്തല്ല, ഒരു ശരിയായ രീതിയല്ല. പിന്നെ സ്വത്ത്, അഭിമാനം, സ്വാതന്ത്ര്യം, ഇതൊക്കെ ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീക്കൊരു സ്വന്തം അസ്തിത്വം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഒക്കെ പുരുഷൻ്റെ പോലെ സ്ത്രീയെ ആക്കിയാൽ സ്ത്രീക്ക് വിമോചനം എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുരുഷനോടൊപ്പം ഓടിയെത്തുന്നതാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ രാത്രി പുരുഷന് പുറത്തിറങ്ങാൻ, എന്താ സ്ത്രീക്ക് പുറത്തിറങ്ങിയാൽ കുഴപ്പം,
ഇതാണ് ചോദിക്കുന്നത്. അതുപോലെ പുരുഷന് പാൻറ് ഇടാം, എന്താ സ്ത്രീക്ക് പാൻറ് ഇട്ടാൽ കുഴപ്പം? ഒക്കെ മാനദണ്ഡം ആരാ? പുരുഷനാണ്. അല്ല സ്ത്രീക്കൊരു അസ്തിത്വമല്ലേ? ആ സ്ത്രീ ആയിട്ടും പുരുഷനായിട്ട് നിൽക്കണം എന്നുള്ള ആ ബേസിക് റൂട്ട് തന്നെ പോയിട്ട് സ്ത്രീയുടെ ഇത് പറയുന്ന ആൾക്കാർ പാട്രിയാർക്കി. അതെ, സ്ത്രീയുടെ അടിസ്ഥാനം തന്നെ അംഗീകരിക്കണില്ല ഇവർ. എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുകയും ചെയ്യുക. അതിൻ്റെ വലയിൽ അറിയാതെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പെട്ടുപോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കൾച്ചറൽ അഗ്രഷൻ ഇവിടെ എന്ത് ചെയ്യേണ്ടത് നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഈ പേരെടുത്ത് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ സന്തോഷ് കുളങ്ങരെ പോലുള്ള ആളുകളൊക്കെ പിന്നെ വേഷം ധരിക്കാതെ പൂർണ്ണ നഗ്നരായി കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ നടക്കുന്നൊരു കാലം വരണം എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നൈറ്റ് ലൈഫ് ഇവിടെ വരണമെന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അതിന് ഫണ്ട് വകയിരുത്തുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഡേറ്റിങ്ങും അതേപോലെ തന്നെ ഇപ്പോൾ ഈ പബ്ബ് കൾച്ചറും ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ട് വേണം എന്ത് ചെയ്യണം ഇതിലേക്ക് പോകാൻ. ഇവർക്കൊക്കെ ഇതിലെന്തുണ്ട്? ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇതിലിപ്പോൾ കക്ഷിയായി ജയിലിൽ പോയ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ എല്ലാവരും മുമ്പിലൊരു ഹീറോയി വരുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മറവിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന എല്ലാ കോമാളിത്തരങ്ങളും അതിന്നൊരു ചെറുപ്പക്കാരുടെ ഒരു സംസ്കാരമായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിന് ആ നിലക്ക് ഫാൻസ് ഉണ്ടാകുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ പോലും അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രത്യേക പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഇഷ്യൂ മുൻനിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ ഈ രീതിയിൽ കൊണ്ടുവന്ന് അതിന് പ്രോഗ്രാം നടത്തുന്ന ആളുകളൊക്കെ ഒരു വീണ്ടും വിചാരം നടത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ നടിയെ റോൾ മോഡലാക്കുന്ന പെൺകുട്ടികളും എന്ത് ചെയ്യണം? ഓർക്കണം, അവസാനം ദുരന്തം, ഇതിൻ്റെയൊക്കെ ദുരന്തം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഇതുകൊണ്ട് കാശുണ്ടാക്കുന്ന ആൾക്കാർ കാശുണ്ടാക്കി മുന്നോട്ട് പോകും. ഇതൊരു ഈ അശ്ലീലത എന്നുള്ളതൊരു സബ്ജക്റ്റീവാണ് എന്നുള്ള നിലക്കാണ് നമ്മൾ ആ ചർച്ചയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഈ പറയുന്ന സിനിമാ നടൻ്റെ തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ അവരെ ഈ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നത് അവർക്ക് ഇവിടെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുകൊണ്ടൊന്നുമല്ല, അങ്ങനെ കിട്ടിയിട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അവരുടെ ഒരു പിന്നെ ഇതുള്ളതുകൊണ്ടല്ല, വാല്യൂ ഉള്ളതുകൊണ്ടല്ലോ. പക്ഷേ അവർ വിളിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് പറയുന്ന ആൾക്കാർ കേസിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മൗലികാവകാശമല്ലേ എന്നുള്ള തരത്തിലുള്ളൊരു നെറേറ്റീവാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇവരുടെ ഈ വസ്ത്രം അങ്ങനെ ധരിക്കണം എന്നുള്ളത് അവരുടെ ഒരു മൗലികാവകാശമായിട്ട് നമ്മൾ കണ്ടാൽ പോരെ എന്നുള്ള നിലക്കാണ് കാണുന്നത്. ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തോ വൈക്കത്തോ ആണ് തീവ്ര ഈ ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചിലർ ഇന്ത്യയുടെ പതാക കത്തിച്ചു. എന്നുവെച്ചാൽ ഇത് ഞങ്ങളുടെ റിപ്പബ്ലിക്കല്ല, ഇത് കവട സ്വാതന്ത്ര്യമാണ് എന്നൊക്കെയുള്ള വാദം വെച്ചുകൊണ്ട് കത്തിച്ചു. പക്ഷേ ആ കേസ് കോടതി വെറുതെ വിട്ടു. അപ്പോൾ അന്നെന്താ വെച്ചാൽ കോടതിയിൽ ഇവരുടെ വക്കീൽ ഇവരെ ശിക്ഷിക്കണോ വേണ്ടേ എന്നുള്ളതല്ല വിഷയം കേട്ടോ. കോടതിയിൽ വക്കീൽ വാദിച്ചൊരു ഇതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ പോലീസ് പിടിച്ചെടുത്ത കത്തിച്ച പതാക എന്ത് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആ പതാക എന്താണ് ഇന്ത്യൻ ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അളവുണ്ടായിരുന്നു. ഈ അളവനുസരിച്ചിട്ടുള്ളതാണെന്ത് ഇന്ത്യൻ പതാക. അദ്ദേഹം എടുത്തു കൊണ്ടിരുന്നത് എന്ത് ചെയ്തു? അതിൻ്റെ കോടതിയിൽ ഇതൊക്കെ അളന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്തല്ല, ഇത് ഇന്ത്യൻ പതാകയല്ല. കാരണം ഇന്ത്യൻ പതാകയ്ക്ക് അതിൻ്റെ കളറുണ്ട്, നടുവിൽ എന്ത് ചെയ്യണം? അശോകചക്രം ഉണ്ടാകും. ഇനി 24 കാലന് ഉണ്ടാകണം. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ഒരു പ്രത്യേക അനുപാതം ഇതൊക്കെ ഉണ്ടാവണം. ഇതെന്തല്ല, ഇതല്ല. അപ്പോൾ കോടതിയെ സംബന്ധിച്ചോളം അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ദേശീയ പതാക എന്ന് പറഞ്ഞാൽ നിർവചനമുണ്ട്. ആ നിർവചനത്തിൻ്റെ അകത്ത് വന്നാലേ എന്ത് ചെയ്യുള്ളൂ? ഈ ദേശീയ പതാകയേ ഉള്ളൂ. അപ്പോൾ ഇവർ കത്തിച്ചത് എന്തല്ല, ദേശീയ പതാകയല്ല. അവിടെ കോടതി കേസ് വെറുതെ വിട്ടു. അപ്പോൾ ഇവിടെ ഇത് നമുക്കൊരു തമാശയായിട്ട് എന്ത് ചെയ്യാൻ തോന്നാം. പക്ഷേ നിയമത്തെ എങ്ങനെയാണ് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത്. ഇവരെ സംബന്ധിച്ചോളം എൻ്റെ ഇൻറ്റൻഷൻ നടന്നു അല്ലേ, മോട്ടീവ് എന്താണോ അത് കൃത്യമായിട്ട് നിർവഹിച്ചു. പക്ഷേ നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റിയതുമില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇവിടെ നീ വേറെ യുക്തി വെച്ച് ചോദിക്കാൻ നിൽക്കുക. ഒരു തുണിക്കഷ്ണം കത്തിച്ചാൽ ആർക്കപ്പോൾ വികാരം വർണ്ണപ്പെടുക? ഏത് തുണിക്കടയിലും കിട്ടുന്ന തുണിക്കഷ്ണമല്ലേ, ഇത് കത്തിച്ചാൽ ആർക്കെങ്കിലും വികാരം വർണ്ണപ്പെടും? ഇല്ലല്ലോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കവിഞ്ഞ് ചോദിച്ചാൽ ഇനി ആരെങ്കിലും നോക്കി നിൽക്കുമ്പോൾ അവർക്ക് വികാരം വർണ്ണപ്പെടുകയാണെങ്കിൽ അവർ നോക്കാതിരുന്ന പോരെ? നോക്കിയതുകൊണ്ടാണല്ലോ അപ്പോൾ ഈ പ്രശ്നം അല്ലേ. നോക്കാതിരുന്നാൽ പോരെ? രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഒരു തുണിക്കഷ്ണം കത്തിച്ചാണ്ടാവോ? പക്ഷെ നമുക്കറിയാം അത് മാരകമായ ഒരു കുറ്റമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കരുതപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത്
ഈ പറഞ്ഞ അവകാശങ്ങളുടെ മുകളിൽ തന്നെയാണ്. ഒരാൾ വസ്ത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മറ്റേയാൾ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന വകവച്ച് നൽകുന്ന മൗലിക അവകാശം എന്നൊരു ചോദ്യം ഉണ്ട്. ആ മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്നത് തന്നെ എന്താണ്? വ്യക്തിപരമായ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും അത്യന്താപേക്ഷിതമായ സ്വാതന്ത്ര്യമാണ് ഈ അവകാശം എന്നാണ്. അപ്പോൾ ഈ രണ്ടും കൂടെ വരണം. വ്യക്തിക്ക് നന്മ ഉണ്ടാകണം, സമൂഹത്തിനുണ്ടാകണം. അത് എന്തിലൂടെ കൈവരിക്കാൻ പറ്റും? ഈ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യത്തിലൂടെ കൈവരിക്കാൻ പറ്റും. അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മൗലികാവകാശത്തിൻ്റെ അണ്ടറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. തിരിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറേ മൗലികാവകാശങ്ങളുണ്ട്. അതിൽപ്പെട്ടാണ് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന്. പക്ഷേ എവിടെയും പോയിട്ട് ഏത് സമയത്തും നമുക്ക് എന്തും പറയാൻ പറ്റും. പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ അഷ്റഫ്ക്ക് എന്ത് ചെയ്യാണ്? ഒരു പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? പ്രസംഗിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി, ലീ എന്ത് ചെയ്യോളി, ചെവിട് കുത്തിക്കോളി എന്ന് പറയാൻ പറ്റുമോ? അവിടെ അവകാശമുള്ള അവകാശം എവിടെ എപ്പോൾ പ്രയോഗിക്കാൻ പറ്റുന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യം എന്നതും ഈ അവകാശം എന്നുള്ളതടക്കം ഇവിടെ വിശകലന വിധേയമാകേണ്ടതും അതുപോലെ തന്നെ നിർവചിക്കപ്പെടേണ്ടതുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ സമൂഹത്തിൽ ഈ പറയുന്ന കണ്ടുപൊത്താൻ പറ്റിയ ആളുകൾ മാത്രമല്ല ഉള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളില്ലേ, അവരെ നമുക്കറിയാം ഒരു മേജർമാരല്ല. ഇനി അങ്ങനെ 12 വയസ്സായ കുട്ടിയാണ് ഇവരെക്കുറിച്ച് ഇതിനേക്കാൾ മോശമായ കമൻറ്റ് പറഞ്ഞു നിൽക്കുക. എന്താ ചെയ്യുക? കേസ് കൊടുത്താലും ആ കുട്ടിക്കെതിരൊരു കേസ് നിലനിൽക്കില്ല. അവർ മാക്സിമം എന്ത് ചെയ്യും? ഒരു താക്കീതോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ജുവനൈൽ ഹോമിലോ എന്ത് ചെയ്യേണ്ടി വരും? കൊണ്ടുവിടേണ്ടി വരും. അപ്പോൾ ഇവിടെ അപമാനിക്കപ്പെട്ടു എന്നാണെങ്കിൽ, അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ തന്നെ മോശമായി ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വായടക്കാൻ പറ്റൂല. അത് സ്വാഭാവികമായി സംഭവിക്കാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പല മാനസികാവസ്ഥയിലുമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാതെ നമ്മൾ ചില മൗലിക അവകാശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തീരുത്. ഇനി ആലോചിച്ചപ്പോൾ ഈ നേരത്തെ അഷ്റഫ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പല പദങ്ങളുടെയും പ്രശ്നം. അപ്പം നമ്മുടെ നാട്ടിൽ ഒക്കെ ഉള്ള സ്ഥിരം നമ്മൾ പ്രയോഗിക്കുന്ന പദങ്ങളാണ് പ്രലോഭിപ്പിക്കുക, അല്ലേ, ഉദ്ദീപിപ്പിക്കുക, വശീകരിക്കുക. അപ്പോൾ ഇതൊന്നുമില്ലേ? ഇതൊന്നുമില്ല നമ്മൾ വാദിക്കേണ്ടി വരുമല്ലോ. അതിപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചാലും ശരി, ഒരു പുരുഷനും യാതൊരു വിധത്തിലുള്ള ഉദ്ദീപനവും ഉണ്ടാവുകയില്ല, ഒരു പ്രലോഭനവും ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചെയ്യണ്ടേ? അത് പുരുഷനും പ്രലോഭിപ്പിക്കാൻ പറ്റുമല്ലോ. പുരുഷൻ മൊബൈൽ കൊടുത്തിട്ടും കാശ് കൊടുത്തിട്ടും വിവാഹ വാഗ്ദാനം നൽകിയിട്ടും ഒക്കെ എന്ത് ചെയ്യും? പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയിന്നവരെ. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ അട്ടിമറിക്കാൻ നമ്മൾ ഈ പറയുന്ന അവകാശങ്ങളുടെ ഒന്നൊരു ലേബൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. വേറൊന്നും ചിലപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഈ അവകാശങ്ങളില്ല. എല്ലാ അവകാശങ്ങളും ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മൗലികാവകാശങ്ങൾ കിട്ടൂല പൂർണ്ണമായിട്ടും. അപ്പോൾ അത് ഞങ്ങൾ വേണമെന്നവർ വാദിച്ചാലോ? നടക്കൂല. കാരണം അത് ചില കാര്യങ്ങളൊക്കെ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ്. ഇനി വേറെ രസം നമുക്ക് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ഇത് എങ്ങനെയും ധരിച്ചോട്ടെ എന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി എന്നാൽ ഞാൻ കുറച്ച് നന്നായിട്ട് വസ്ത്രം ധരിക്കാതിട്ട് ഒന്ന് മുഖം മറച്ചാലോ? അവിടെ ഇതേ വിഭാഗത്തിന് ഐഡൻറ്റിറ്റിയുടെ പ്രശ്നം വരും. അതങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ഈ കറുത്ത കാക്കനെ പോലുള്ള കോട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂടി പൊതിച്ച് ഒരു ദുസ്വാതന്ത്ര്യത്തിൽ പരിഹസിക്കും. അപ്പോൾ അതിന് പരിഹസിക്കുന്നതിനും കുഴപ്പമില്ല. അവിടെ വസ്ത്രം ധരിച്ചതാണ് പ്രശ്നം. അവിടെ അവകാശങ്ങൾക്ക് പിന്നെ മൗലികാവകാശങ്ങൾക്കൊന്നുമില്ല, പ്രസക്തി ഇല്ല എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവട സമൂഹത്തിൻ്റെ ചില മാനദണ്ഡങ്ങൾ
നമ്മൾ ലിബറൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുറച്ചുകൂടെ എന്താണ് അതിൻ്റെ താല്പര്യങ്ങൾ അതാണ്. ആ ഒരു കച്ചവട സമൂഹത്തിൻ്റെ ചില മാനദണ്ഡങ്ങളെ ലോകത്തിൻ്റെ മുഴുവൻ മാനദണ്ഡങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം, അത് നൽകുന്ന നിർവചനങ്ങളെ എല്ലാ കാര്യങ്ങളിലെയും നിർവചനങ്ങളാക്കിയിട്ട് മാറ്റാനുള്ള ശ്രമം, അത് ശരിക്കും ചെറുക്കപ്പെടേണ്ടതാണ്. അവിടെ നമ്മളിപ്പോൾ രാഹുൽ ഈശ്വർ എന്നൊക്കെ പറയുന്നൊരു കക്ഷി എന്താണ് ചില കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ എന്തുള്ളൂ, നമ്മൾ ലോകത്തുള്ള ചില കാര്യങ്ങളാണ് സഭ്യത, മാന്യത എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ പറയാൻ പാടില്ല, സദാചാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറയുമ്പോഴേക്കും അദ്ദേഹം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ലോകത്തിൻ്റെ വക്താവായി മാറുമെന്നുണ്ടെങ്കിൽ അതാവട്ടെ എന്ന് വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഈ അവകാശങ്ങളെന്ന വാക്ക് തന്നെയാണ് ഇരു കൂട്ടരെയും ചതിയിൽ പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഒന്നാമത്തെ വിഷയം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിൽ നമ്മളുടെ ഒരു കൺക്ലൂഷൻ എന്നുള്ളത് ഈ ഒരു വിഷയം അത് ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഭാഗത്ത് ഒരു പക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യം നമ്മൾക്കില്ല. ഇവിടെ രണ്ട് പക്ഷവും ഈ പറയുന്ന ലിബറൽ സ്പേസിൽ നിൽക്കുന്ന പക്ഷങ്ങൾ തന്നെയാണ്. ഈ സഭ്യത, അശ്ലീലത എന്നുള്ളത് അത് ഈ വാക്കുകളിൽ മാത്രമല്ല, ഡബിൾ മീനിങ് മാത്രമല്ല, വസ്ത്രത്തിലും അശ്ലീലത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ പറഞ്ഞു വെക്കുന്നത്.